തിരമാലകൾ എഴുതുകയാണൊരു തീരത്തിൻ ഗീതം, കഥനത്തിൻ ചാകര കോരിയ ഹൃദയത്തിൻ ഗാനം. വരുമോരോ കാലം വരവായി പൂക്കാലം, ചിറകാർന്നു പറക്കാം, കിളിമൊഴികൾ കേൾക്കാം. മോഹങ്ങൾ പൂവണിയുന്നൊരു ലോകം കടലോരം തേടും, മോഹങ്ങൾ പൂവണിയുന്നൊരു കടലോരം തേടും. മോഹങ്ങൾ പൂവണിയുന്നൊരു ലോകം കടലോരം തേടും, മോഹങ്ങൾ പൂവണിയുന്നൊരു കടലോരം തേടും. കടലോരം തിരയുടെ താളം തിരയും, കടലോരം തിരയുടെ താളം തിരയും. എത്രാമത്തെ തവണയാ ഇത് പോലീസുകാർ കൊണ്ടുപോകുന്നത്? കള്ളത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലാഞ്ഞത്. ഇപ്പൊ അതും പറയിപ്പിച്ച്. എന്റെ ഈശ്വരാ, ആരുടെയൊക്കെ കയ്യും കാലും പിടിച്ചാ ഞാൻ അവിടെ ഇറക്കിയത്. എല്ലാരും പറഞ്ഞതാ വെള്ളവടിക്കാരനാ, കുടുംബം നോക്കാത്തവനാണെന്നൊക്കെ. കുടുംബക്കാരാണത്രേ, കുടുംബക്കാര്. ഇന്ന് കോളൊന്നുമില്ലടാ, എഴുതി പോടാ, പോടാ. ഈ വാളിയാക്കി ശാന്തി, ബലിയിടാനായിട്ട് ഇവിടെ തന്നെ ആ ഉടുമുണ്ട് അഴിച്ചു വെക്കുക. ആയിക്കോട്ടെ. എന്നിട്ട് പോയി മുങ്ങിട്ട് വരിക. അതെ, ആ മൊബൈലിങ് തരിക. പോയി മുങ്ങിട്ട് വരൂ. ഓം ഹരിശ്രീ ഗണപതേ നമഃ. പവിത്രം പാപനാശനം. ആ പിണ്ടത്തിലേക്ക് വെക്കുക. മരിച്ച പിതൃവിനെ മനസ്സിൽ ധ്യാനിച്ചങ്ങ് പ്രാർത്ഥിക്കുക. സാറേ, ഓ പൈസ. വിഷമിച്ചിട്ട് കാര്യമില്ല സാറേ. തമ്പുരാൻ വിളിക്കുമ്പോ പോകണ്ടായോ? അച്ഛനാണോ അമ്മയാണോ സാറേ? ഭാര്യ. ഷോ, അത് വലിയ സങ്കടമാണ്. സ്ഥലം എവിടെയാ സാറേ? കുറച്ച് കിഴക്ക. അതെ. എന്താ സാറേ? ഒന്നും വിചാരിക്കരുത്. ഇവിടെ ലിക്കർ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? വല്ലാത്ത ടെൻഷനാ. ഉണ്ട് സാറേ, തൊട്ടടുത്തല്ലേ ലിവറേജ്. ഒരു 10 രൂപ വേണം. കുഴപ്പമില്ല സാറേ, ഞാൻ സാധനമായിട്ട് ഇപ്പോൾ വരാം. ആരാന്റെ കെട്ടിയെടുത്തോണ്ട് വരുന്നുണ്ട് കാലമാടൻ. ഇങ്ങോട്ട് വാ സാറേ, നമ്മുടെ വീടാന്നേ. കേറുന്നേ. ഞാനല്ലേ പറയുന്നത്, കേറുന്നേ. നമുക്ക് പുറത്തെവിടെങ്കിലും പോയാലോ? കുഴപ്പമില്ല സാറേ. അല്ല, ഈ പിള്ളേരും മറ്റും ഉള്ളപ്പോ. അല്ല, നമുക്ക് പുറത്ത് പോവാം. നിങ്ങളെ ഇവിടെ എത്തിക്കാം. അതുവരെ ഈ മൊബൈലൊന്ന് കുത്തിയിടാൻ ചാർജ് തീരെയില്ല.
അതിനെന്താ ബാവേ, സാറിന്റെ മൊബൈലിൽ നിന്ന് വാങ്ങിച്ചു കുത്തിയിട്ടെ. വാ സാറേ. സാറേ ഇവിടെ അടുത്ത് ഒരു സെറ്റപ്പ് സ്ഥലം. ഇടയ്ക്ക് ഞങ്ങൾ അവിടെയാ പോകുന്നത്. മറ്റുള്ളിടത്ത് എല്ലാം മുടിഞ്ഞ ചെക്കിങ്ങാ സാറേ. അത് കുഴപ്പമില്ല. എടാ, നീ ആ രാമനച്ഛന്റെ മോടെ കല്യാണത്തിന് പോകുന്നില്ലേ? 5-ാം തീയതി അല്ലേ? കൈ വല്ല കൂടെ വേണ്ടേ? എന്റെ സുശീലായി എന്തെങ്കിലും കൊടുത്തിടണം. പെങ്കൊച്ചു വളർന്നു വരുമല്ലേ. സീസൺ പണിക്ക് കല്യാണം നടത്തി നമുക്ക് തിരിച്ചു വാങ്ങാലോ. എടാ, ആലോചന വല്ലതും വരുന്നുണ്ടോ? 1-2 പേര് വന്നിട്ടുണ്ട്. കൈ വല്ലതും വേണ്ടേടാ. എടാ, കടപ്പുറത്ത് പണിയുണ്ടല്ലോ. പഠനക്കാർക്ക് ഇന്നലെ കിട്ടി 2 ലക്ഷം രൂപ. ഞങ്ങൾ അതിലല്ലേ പോന്നേ. നീയും വാ. എന്റെ പൊന്നളിയ, ഈ പെയ്ത്ത് പറിച്ചു വന്ന് നിർത്ത്. ഇന്ന് 1-ാം തീയതി ഇന്നലെ ലിവറേജിൽ എന്ത് തിരക്കായിരുന്നു. ഓ, മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഇങ്ങനെ ഉണ്ട് വെള്ളമടിക്കാര്. ആ സാറേ, ഈയിടെ ഒരു കോൾ എത്തുന്ന തോന്നുന്നു. ഞാനിപ്പോ വരാം. ഇതൊക്കെ ആരോട് പറയടാ? നാശമായി ചെരുപ്പൂടെ എടുത്തോണ്ട് പോടാ. ഞാൻ വരാളിയാ. ഇന്നെന്താ കോളം നോത്തില്ലേ? മോശമാ സാറേ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അമ്പലങ്ങളായില്ലേ. ഓ, ആളുകൾ പല വഴിക്കാ സാറേ. എന്നാ പോയി ചേർന്നിട്ട്. ഇന്ന് കിട്ടത്തില്ല സാറേ, 1-ാം തീയതി അല്ലേ. അയ്യോ, സാറ് വന്നിട്ട്. അത് കുഴപ്പമില്ല, സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ആശ്വാസമായി. നമുക്ക് വീട്ടിലോട്ട് പോയാലോ? അത് പിന്നെ മൊബൈലിലാണെങ്കിൽ ചാർജ് ഇല്ല. അതിനെന്താ സാറേ, വാ നമുക്ക് വീട്ടിലോട്ട് പോകാം. അവൻ്റെയൊക്കെ സമയം. വീടും കുടുംബമൊക്കെ നോക്കി പണിക്ക് പോകുന്ന നമ്മളൊക്കെ അല്ലേ വേണ്ട. ഉത്തമൻ്റെ കടയിൽ പോയി ചായ കുടിക്കാം. എന്തോ ഒരു ക്ഷീണം പോലെ. നിങ്ങളിത് എന്ത് ഭാവിച്ചാ? നിങ്ങളുടെ സാറിപ്പോ സ്ഥിരം വരുന്നുണ്ടല്ലോ. വരട്ടെടി, വരട്ടെ. കുശുമ്പുള്ളവര് പലതും പറയും. എടി, സാറ് ഡീസന്റാ. പിന്നെ ഇന്നലത്തെ പോലെ ഇന്നും തന്നടി 500 രൂപ. പ്രായമുള്ള ഒരു പെണ്ണുള്ള വീടാ. ചേച്ചേ, അക്കാര്യത്തിൽ എന്നേക്കാ ഡീസന്റാ സാർ. ആള് കുടുംബക്കാരനാ, എന്നെ പോലെ. അയ്യടാ, കുടുംബക്കാരൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ കാപ്പി എടുത്തു കൂടി. ഇങ്ങോട്ട് നേരേക്കടി. ഓ, ഇന്നലെ ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. 200 രൂപ ആറ്റ കിട്ടി. നിങ്ങൾക്കൊല്ലം കിട്ടിയാ? ഞങ്ങൾ 3 വല അടിച്ചു. എണ്ണക്കാശ് പോലും കിട്ടിയില്ല. വല മുഴുവൻ പന്നി അടിച്ചു. അപ്പൊ നിങ്ങൾ അടിച്ചില്ലേ? ഓ, അടിച്ച് 1/2 3 പേര്. എന്തോടുക്കാനാ? കരിയോല് പോലൊരു സാധനം. ഓ, അതൊക്കെ നമ്മുടെ സാറ്. ചിലപ്പോ ചില സാധനവും കൊണ്ട് സാറ് വരും. തേൻ വരിക്ക പോലെ ഇരിക്കും. ഒരു കുത്തലുമില്ല, ഒരു കത്തലുമില്ല. 6 എണ്ണം അടിച്ചാൽ മതി, ആള് സെറ്റാ. ഹോ, നിന്റെ സാറിപ്പോ വരാറില്ലേ? 1-2 ആഴ്ചയായി. വലിയ പരിപാടിയും കാണും. തിരക്കുള്ള ആളല്ലേ. നിന്റെ സാറ് വരുമ്പോ വല്ലപ്പോഴെങ്ങനെയൊക്കെ ഞങ്ങളെ കൂടെ ഒക്കെ വിളിക്ക്. ആലോചിക്കാം. നീ സമാനപ്പെട്. അതെ അതെ.
സാറ് വന്നിട്ട് പോയോ? വാ, നമുക്ക് വീട്ടോട്ട് പോവാം. കല്യാണ വീടാ, വെള്ളമടിച്ച് എന്നെ നാണം കെടുത്തല്ലേ. ഞാൻ എന്തിട്ടാ നീ എന്നെ ഇപ്പൊ നിന്നെ? കല്യാണത്തിന് പോയതാ മോളെ. അതെ, അവള് തന്നല്ലേ ഉള്ളു വീട്ടില്. നേരത്തെ ഉണ്ടേച്ചിങ്ങി പോന്നു. അവേ ഉമ്മ. എന്ത് സദ്യയാടി? എന്തുവാ ആയുസം പോരാ. ആര് പറഞ്ഞു? അവിയലാണെ വായി വെക്കാൻ കൊള്ളത്തില്ല. എന്നിട്ട് വാരി വലിച്ച് തിന്നുന്ന കണ്ട. പിന്നെ കുടുംബശ്രീക്കാരുടെ വെള്ളമ്പും. അവിടുന്ന് വലിച്ചു കയറ്റിയില്ലേ വെള്ളം? നാക്കിന്റെ രുചി മൊത്തം പോയി കാണും. മരണമായാലും കല്യാണമായാലും കള്ളുകൂടി ഉറപ്പാ. എടി, ആളിന്റെ മുഖത്ത് നോക്കാൻ ചമ്മല. ഓ പിന്നെ, അതാ അല്ലേ പിന്നെ നിങ്ങളങ്ങ് കൂച്ചാതാ. ആ, സാറ് വന്നായിരുന്നോ? ആ, കുറച്ചു നേരമായി. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. സാറേ, ഞാനിന്ന് അടിച്ചതിന്റെ ബാക്കി സാധനം കുറെ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? കുഴപ്പമില്ല. എന്നാ ഞാനങ്ങോട്ട്. ആ, ശരി സാർ. സദ്യ കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു. അടിച്ചതങ്ങ് പോയി. ഇന്ന് ഇത്തിരി വെള്ളം എടുത്തേ. ഇതെവിടുന്നാടി? ആ സാറ് ചേച്ചിക്ക് കൊടുത്തതാ. എന്തിന്? എടി സരസേ, എന്തുവാടി ഇവിടെ നടക്കുന്നേ? എന്തുവാ നടക്കുന്നേ? ഇത് പലവട്ടം നിങ്ങളോട് ഞാൻ ചോദിച്ചതാ. എന്തോന്ന്? ഞാനൊന്നും പറയുന്നില്ല. സാർ എന്തിനാ അവൾക്ക് ഡ്രസ് എടുത്തു കൊടുത്തത്? ഓ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. ആരാ എന്താന്നറിയാതെ ഓരോരുത്തരെ വീട്ടിൽ വിളിച്ച് കയറ്റുമ്പോ ആലോചിക്കണം. എന്നിട്ട് എടി, ഇവിടെ ഇതാണോ ഈ വിഷയം? ഇത് തന്നെയാണ് വിഷയം. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ താഴെ ഇളയത്തിങ്ങള് 2. ഒറ്റയ്ക്ക് തുഴഞ്ഞ് ഞാൻ കുഴഞ്ഞ്. അതെ എടി, ഞാൻ അവളുടെ തന്തയാ. അതെ, ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണം. തന്തയാണെന്ന് പറഞ്ഞാ പോരാ, തന്തയാകണം. അയാളുടെ പ്രായമല്ലോ അറിയോ? വരുന്നുണ്ട്. എന്റെ പ്രായം എത്രയെന്ന് ഒരിക്കലെങ്കിലും അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? അല്ല, നിന്റെ തന്തയ്ക്ക് എവിടാടി അതിനൊക്കെ സമയം? അയക്കിങ്ങനെ കുടിച്ചുപെടുത്ത് നടക്കണമെന്നല്ലേ ഉള്ളു. മോടെ പ്രായം അന്വേഷിക്കാൻ വന്നേക്കുന്നു കാലമോടൻ. എന്ത് ചെയ്യാനാടാ, എല്ലാം പോയ. അണ്ണ ഇത് എല്ലാ വീട്ടിലും നടക്കുന്നേ അണ്ണ. അണ്ണൻ ചുമ്മാ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? എന്റെ മനസ്സ് യുദ്ധമാടാ, എന്നെ അവള് മനസ്സിലാക്കുന്നില്ലടാ. എടാ പുല്ലേ, നീ ഇവിടെ വെള്ളം അടിച്ച് കിടന്നോ? നിന്റെ മോള് വല്ലവനോട് ഇറങ്ങിപ്പോയി. തന്തയാണ് പോലും തന്ത. രാവിലെ പോലും വെള്ളവും കുടിച്ചിട്ട് നടക്കുക അവൻ. എന്റെ കൊച്ചെവിടെയാടി? എന്റെ വാവ എവിടെയാടി? അവള് പോയി. അല്ല, പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? എങ്ങോട്ടായാ നിങ്ങൾക്ക് എന്താ? ആരുടെ കൂടെ പോയാ നിങ്ങൾക്ക് എന്താ?
കുടിച്ചു കുടിച്ച് നടന്നോ നിങ്ങള്? എന്റെ കൃഷ്ണ, പോട്ടെ, അവളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. പോട്ടെ. എന്റെ കുഞ്ഞ്. ഓച്ചോണ്ട് വരുന്ന വരവ് കണ്ടില്ലേ? നിങ്ങളെ മാമനല്ലേ? ചോയിര്. എന്ത് ചോദിക്കാനാ? 24 മണിക്കൂറും വെള്ളം മോന്തി വീട് നോക്കാൻ നടക്കുന്ന ഇവനോടൊക്കെ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞ കൂടി പോവും. ഓടാ, പോയി വാക്ക് കൂടി മോന്ത്. തന്തക്കാല് നല്ലതല്ലെങ്കിൽ മൊത്തത്തിൽ വളയും. എന്ത് കാണാൻ നിക്കുവാടാ? പോയടാ എല്ലാരും. കൂത്തു കാണാൻ നിക്കുന്നു. ഇപ്പൊ കൂട്ടിക്കൊടുത്തവനും കൂടെ ഇന്നവനും ഒക്കെ എവിടെ പോയടാ? പോയി ചാകടാ മുടിയാനുണ്ടായവനെ. നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക. ഞാൻ സഹിക്കാവുന്ന പരമാവധി എൻ്റെ കൊച്ചു സഹിച്ചു. ഇനി എൻ്റെ പിള്ളേരെയും കൊച്ചുങ്ങളെ നോക്കാൻ എനിക്കറിയാം. ഇവനെന്നെ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ ഇവിടെ. എനിക്ക് കിട്ടുന്ന പെൻഷൻ മതി എൻ്റെ പിള്ളേരെയും മക്കളെ നോക്കാൻ. ടബോ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ. എനിക്ക് വേണ്ടിനി അവനെ. മായ്ക്കുമീ വിപത്തിനെ നമുക്കിനി സദാ. വേണ്ട വേണ്ട ലഹരി വേണ്ട വേണ്ടതോ വിവേകവും നമുക്ക് വേണം ലഹരി മുക്ത രാജ്യമാവിന്റെ. വേണ്ട വേണ്ട ലഹരി വേണ്ട 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 മദ്യപാനം പാടി വേണ്ട
അങ്ങനെ നമ്മുടെ സുശീലനും നേർവഴിക്കായി. ലഹരിക്കടിമപ്പെട്ടവരെ ഉപേക്ഷിക്കുകയല്ല, കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. അതെ, കുടുംബമാകട്ടെ നമ്മുടെ ലഹരി. ലഹരി മുക്ത രാജ്യമാമിന്റെ വേണ്ട വേണ്ട